ബഹുമാനപ്പെട്ട തിരുമനസഭകളെ, മറ്റു തമ്പുരാക്കന്മാരെ, കയറി വന്നാൽ തലയടിച്ച് പൊട്ടിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നോം ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നത്. പൂജ ചെയ്യാൻ പൂണൂലിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നോം പറയാം. കേട്ടില്ല എന്ന് തോന്നുന്നു. ലോട്ടറി ഇവിടെ നിൽക്കുക, സൈക്കിൾ ഇട്ട് വരിക. ഈ ഉദയപുരം പാലസ് അസ്തമയപുരം പാലസ് ആക്കാൻ വന്ന കള്ള പൂജാരിയാണവൻ. എന്നെ തിരുമനസേ, നമ്മളോട് അടുക്കരുത്. സൈക്കിൾ എടുപ്പിച്ച് കൊണ്ടു. ഈ നമ്പൂരി സുലൈമാനാണ്, ഒരു ഇസ്ലാമാണെന്ന് നോം തെളിയിക്കാം. ഈ കേട്ടതെല്ലാം സത്യമാണോ? അല്ല, അവൻ പറയുന്നത് നുണയാണ്. നുണയല്ല, സത്യമാണ്. പച്ചവെള്ളം പോലെ സത്യമാണ്. മറുപടി ഇവൻ പറയട്ടെ. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൻ ശുദ്ധ ബ്രാഹ്മണനാണെന്ന്? പൂന്നൂല്. നുണ, ശുദ്ധ നുണ. ഇവൻ ഇസ്ലാമാണ്. തമ്പുരാന്റെ ശത്രു അബ്ദുൾ റഹ്മാന്റെ മകൻ സുലൈമാൻ. ഇയാള് പറയുന്നത് വിശ്വസിക്കരുത്. പഴയ വൈരാഗ്യം കൊണ്ട് പറയണതാ. ഈ നിൽക്കണ ഉണ്ണികൃഷ്ണൻ എന്ന സുലൈമാൻ അയാളുടെ മകനല്ലെന്ന് അബ്ദുൾ റഹ്മാൻ പറയട്ടെ. അല്ലേ? ആ നിൽക്കണ അബ്ദുൾ റഹ്മാൻ നിന്റെ ബാപ്പയല്ലേ? പറയും, നിന്റെ തന്ത ആരാണ്? എന്താ മിണ്ടാത്തത്? തന്തയാരാണെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? ആ നിൽക്കുന്ന അബ്ദുൾ റഹ്മാനാണ് എന്റെ പാപ്പ. എടാ, ഒന്നും ചെയ്യില്ല. തൊട്ടുപോകരുത്. പണ്ട് നീ എന്റെ ഈ കാല് തല്ലിയൊടിച്ചപ്പോ ചോദിക്കാൻ എന്റെ ബാപ്പ ഇല്ലായിരുന്നു. എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാൽ നിന്റെ കൈവെട്ടാൻ അവന്റെ ബാപ്പയുണ്ട്. വടാ. ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? എല്ലാം അറിഞ്ഞിട്ടും താൻ ഒരേ രക്തമാണെന്നറിഞ്ഞപ്പോ കൂട്ടുനിന്നുപോയി. എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. നിങ്ങളിതെവിടെയാണ്? എത്ര നേരം കാത്തിരിക്കണ്? നമ്മുടെ രക്തം തിളക്കാണ്. ആരാണ്ടാ നമ്മുടെ സുലൈമാന്റെ ഭാഗത്ത് കൈ വെച്ചത്? ആ തമ്പുരാക്കന്മാര്. ഓന്റെയൊക്കെ മയ്യത്തെ നമ്മളെടുക്കും. ഈ രാത്രി കൊണ്ട് ആ കൊട്ടാരം പൊളിച്ചു മാറ്റി അവിടുത്തെ തമ്പുരാക്കന്മാരെ മുഴുവൻ വെട്ടി നുറുക്കണം. നാളെ പുലർച്ചയ്ക്ക് മുമ്പ് തീരണം. നമ്മുടെ ആളുകളെ വിളിക്കണം. വേണ്ട, ഇതൊരു വർഗീയ ലഹളയാക്കി മാറ്റണ്ട. മോനെ, കൊച്ചപ്പയ്ക്ക് വേറെ ഒരു പണിയില്ലേ? നിങ്ങൾ എന്റെ ബാപ്പയുടെ ആളുകളാ, അതുപോലെ അവരെന്റെ അമ്മയുടെ ആളുകളും. പരസ്പരം പടവെട്ടിച്ചാകാൻ ഞാൻ സമ്മതിക്കില്ല. അബ്ദുള്ള, ഇത് കേട്ടാ എന്റെ മോൻ പറയണേ? ഇവൻ അവളെ പെരുത്ത് സ്നേഹിച്ചു. ഇനി പിന്മാറില്ല എന്നാ. ഇതിനു വേണ്ടി നമ്മൾ ഇനി ചത്തു വീണിട്ട് കാര്യമുണ്ടോ? പറയും. പിന്നെ അവരുടെ മുന്നില് അറക്കൽ തറവാട്ടുകാർ ഓച്ചാനിച്ച് നിൽക്കണോ? തോൽക്കാൻ പാടില്ല. ജയിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോരണം. നീ എന്താണ് ഈ പറയണ അബ്ദുള്ള? ആ പെണ്ണ് ഈ വീട്ടിൽ ഇവനോടൊപ്പം കഴിയും. ആ തമ്പുരാക്കന്മാരുടെ കൺമുന്നിൽ തന്നെ. ഇതിൽ കൂടുതൽ എന്ത് പ്രതികാരമാണ് ഞാൻ അവരോട് ചെയ്യാ? സുലൈമാനെ, നീ വിളിച്ചിറക്കിക്കൊണ്ട് വരണോ അവളെ? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഗോപികയെ കൊണ്ടുപോവാൻ. വേണ്ട, നീ വിളിച്ചാൽ എന്റെ പേരക്കുട്ടി ഇറങ്ങി വരുമെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം. ഗോപികേ, നിന്നെ കൊണ്ടുപോകാനേ വന്നത്. കൊണ്ടുപോകാനോ? മനസ്സിലായില്ല. ഒന്ന് വിളിച്ചാ കൂടെ ഇറങ്ങി പോരുന്ന പെണ്ണുങ്ങളാണ്
ഈ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരെന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ തെറ്റി. ഗോപികേ, എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് പറയായിരുന്നില്ല എന്നോട്. തെറ്റാണ് ഞാൻ ചെയ്തത്. ആരാണ് ഞാനെന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് പോലും ഉത്തരം അറിയാത്തൊരു ചോദ്യമുണ്ട്. എന്താ എന്റെ ജാതി? ഈ കൊട്ടാരത്തിൽ പിറന്ന മാളവേ തമ്പുരാട്ടിയിൽ അബ്ദുൾ റഹ്മാൻ ഉണ്ടായ എന്റെ ജാതി ഏതാന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ? ജാതിക്കും മതത്തിനും മീതെ എന്റെ സ്നേഹത്തിന് നീ വിലകൽപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടെ വരണം. എന്റെ മുത്തശ്ശന്റെ സമ്മതത്തോടെ അദ്ദേഹം തരുന്ന താലി കെട്ടി എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും നിങ്ങൾക്ക്? അല്ലാതെ ഞാൻ വരില്ല. ഇനി ഈ കൊട്ടാരത്തിൽ മറ്റൊരു മാളവിക തമ്പുരാട്ടി ഉണ്ടാവില്ല. മോളെ, എന്തിനാ ഇനി കണ്ണീരൊഴുക്കണേ? മറ്റുള്ളവരെ കൂടെ വിഷമിപ്പിക്കാനോ? എനിക്ക് തോന്നിയ ഇഷ്ടം ഞാൻ മുത്തശ്ശനോടല്ല ആദ്യം പറഞ്ഞത്. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതും മുത്തശ്ശൻ തന്നെയല്ലേ? തെറ്റുപറ്റി. വാക്കു പറഞ്ഞാൽ ആണുവീട്ട വ്യതിചലിക്കാത്തവരാണ് ഉദയപുരത്തെ രാജാക്കന്മാർ. രാജവാഴ്ചയുടെ അവസാന പരമ്പരയിലെ കണ്ണിയായ ഈ മുത്തശ്ശന് വാക്ക് പാലിക്കാൻ കഴിയാത്തതിലും എന്റെ മോൾക്കുറപ്പിച്ച വേളി നടത്താൻ കഴിയാത്തതിലും വിഷമമുണ്ട്. ആരും മനസ്സ് വിഷമിപ്പിക്കണ്ട. അച്ഛൻ തമ്പുരാൻ പറഞ്ഞ വാക്കിന് മാറ്റമുണ്ടാവില്ല. ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകൻ ഉണ്ണികൃഷ്ണനുമായി ഇവളുടെ വിവാഹം നടത്തുമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ, അത് തന്നെ നടന്നിരിക്കും. തീരുമാനിച്ച ദിവസം തന്നെ, നിശ്ചയിച്ച മുഹൂർത്തത്തില്. വരിക. മോളെ, എല്ലാരും എത്തി. ഇനി ഞാനൊരു കാഴ്ച വസ്തുവായി നിന്ന് കൊടുക്കണം അല്ലേ മുത്തശ്ശ? നിൽക്കാം. ഒരു രാജപരമ്പരയുടെ തീരാ ദുഃഖം തീർക്കാൻ മണ്ഡപത്തിൽ ഇരുന്ന് കൊടുക്കാം. പക്ഷെ ഈ ഗോപിക മോളുടെ മനസ്സ് മനസ്സിലാക്കാൻ മുത്തശ്ശന് പോലും കഴിഞ്ഞില്ലല്ലോ. അല്ല, ഇതാരാ? വരണം വരണം. അമ്മേ, അമ്മാവാ, ഇതാരാ വന്നിരിക്കാൻ നോക്കിയേ? വരിക. ഒന്നും തോന്നരുത് എന്റെ കുട്ടിയെ. അന്യജാതിക്കാരെ ആരെയും അകത്തേക്ക് കടത്താറില്ല. എന്താണ് സുലൈമാൻ ഈ വീട്ടിലേക്ക് വിശേഷിച്ച്? ഞാനും ഗോപിയും തമ്മിൽ ഇഷ്ടത്തില്ല. ഓഹോ. ദയവ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ അതിനൊരു തടസ്സമായിട്ട് നിൽക്കരുത്. അതിന് സുലൈമാൻ അല്ലല്ലോ, മണിമല മാണിക്കത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അല്ലേ ഗോപിയെ സ്നേഹിച്ചത്? ഞാൻ പാടേണ്ട സ്ഥലത്ത് നീ പാടുക, ഞാൻ പൂജ ചെയ്യാൻ എത്തേണ്ടടുത്ത് നീ എത്തുക. ഇതുവരെ എന്നെ ഞാൻ അറിയാതെ തോൽപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ നീ? ഇത്തവണയെങ്കിലും ഞാനും ജയിക്കട്ടെ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. മനഃപൂർവ്വം നിന്റെ നേട്ടവും തട്ടിയെടുക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ചതാ എന്നെ ഇവിടെ വരെ. ഉണ്ണികൃഷ്ണ, നീ കല്യാണത്തിന് പിന്മാറണം. നിന്നോടിറങ്ങി പോവാനാ പറഞ്ഞത്, അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി തല്ലിക്കേണ്ടി വരും. ആരെ വിളിക്കണ്ട, ഞാൻ പോയിക്കോളാം. അച്ഛാ, ഓർക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. അന്നത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടായിരുന്നില്ല. ഒരു മാപ്പ് പറയലാണ് ഉദ്ദേശമെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. മനസ്സുകൊണ്ട് പല പ്രാവശ്യം ഞാനത് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വന്നത് എന്റെ മകന്റെ കണ്ണീര് കണ്ടിട്ട. അവന്റെ ഉള്ളും എല്ലാരേക്കാൾ അറിയുന്നത് ഞാൻ തന്നെയല്ലേ. സ്വന്തം പേരക്കുട്ടികളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇനി അച്ഛൻ എന്താ നേടേണ്ടത്?